ഹൈമോദിൻ്റെ ഷിബോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നെന്താ നമുക്കിവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇനി ഞാനൊരു നമ്മൾ കുറച്ച് വലുതായ ഒരു സ്കൂളുകൾ കഴിഞ്ഞ് കുടുംബശ്രീയിൽ തുടങ്ങിയ ശേഷമുള്ള ഒരു പരിപാടി അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ, പിന്നെ കുടുംബശ്രീയിലും കഴിഞ്ഞ് നമ്മൾ പിന്നെ കുടുംബശ്രീയിൽ വെച്ചിട്ട് കുടുംബശ്രീ ആയിട്ടുള്ള ഒരു ബന്ധങ്ങൾ ഞാൻ ആദ്യമൊന്നും കുടുംബശ്രീ ആയിട്ടൊരു ബന്ധവുമില്ല, ഒന്നുമില്ല. ഒരു സ്വന്തം കൃഷി കാര്യവുമായിട്ടുള്ളവരാണ് കാരുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ ഒരു പുറത്ത് പോയിട്ട് അങ്ങനെ ടി വി ആദ്യം ഫസ്റ്റിലെ ടി വി വരുന്ന സമയത്തൊന്നും നമ്മൾ ടി വി വരെ കാണില്ല. ഒരു വാൻചാനലിൻ്റെ ഒരു ടി വി ആവില്ല. അതിൽ സർവേ ആളുമ്പോൾ ഞായറാഴ്ച ദിവസം ഒരു ഇത് കാണാൻ, ശ്രീകൃഷ്ണൻ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ മാത്രം ഒരാൾ മാത്രം പോകാണ്ടിരിക്കും. ഞങ്ങൾക്ക് പണിയാന്ന് എപ്പോൾ നോക്കുമ്പോൾ പണിയും കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അങ്ങനെയായിട്ട് പിന്നെ എന്നോട് എല്ലാവരും പറയാൻ തുടങ്ങി. അപ്പോൾ അയൽക്കത്തുള്ളവർ പറയാൻ തുടങ്ങി, നമുക്കൊരു കുടുംബശ്രീ നടത്താം, നമ്മൾ കുറച്ച് ആൾക്കാർ ഒരു 10 ആൾ കൂടി നമുക്ക് തുടങ്ങാൻ ഒരാൾ വേണം, നിങ്ങളിപ്പോഴത്തെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അതിന് ചെയ്യാനൊരു ധൈര്യമുള്ള നിലപാട് കാട്ടുന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കി വെക്കാമെന്ന് പറഞ്ഞ് ഞാനും കൂടി ഞാൻ വരാമെന്നാണ്. പക്ഷെ എനിക്ക് സമയം ഉണ്ടാവില്ല, അധികം ഒന്നും. അത് നിങ്ങൾ ആകുന്ന സമയം എന്നെല്ലാം പറഞ്ഞ് പിന്നെ നമ്മൾ കുടുംബശ്രീയിലാക്കി. പിന്നെ എല്ലാവരും കുടുംബശ്രീയിലും വെച്ചെടുത്തു. എല്ലാവർക്കും നല്ലൊരു ഇതായി. കുറച്ച് കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ കുടുംബശ്രീ നല്ല നിലയിലങ്ങ് വരുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു കുടുംബശ്രീ ആയിട്ട് തോന്നുന്നു തുടങ്ങി. പിന്നെ നമ്മുടെ വാർഡിലെ കുടുംബശ്രീ ചേർത്ത് നല്ല കുടുംബശ്രീ നമ്മുടെ കുടുംബശ്രീയായി. എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ പിന്നെ എല്ലാവരോടും എനിക്ക് കുടുംബശ്രീയിൽ വന്നിട്ടില്ല ഫോൺ വിളിച്ചിട്ട് അവരെ വിളിച്ച് വെക്കും. അവർ വന്നിട്ടില്ലെങ്കിൽ അത്രയും അംഗത്വം വരെ ഉണ്ടാക്കി വെക്കും ഞാൻ. മറ്റേ ഒരാൾ വരാണ്ടെന്നാലും പ്രശ്നം എന്നിട്ട് അവരപ്പാട് ഫോൺ നോക്കുമ്പോൾ അതിൽ ഒപ്പിട്ട് കൂടും പറ്റുന്നത്. അങ്ങനെ നല്ലൊരു രീതിയിലാണ് നമ്മളെ കുടുംബശ്രീ വെക്കുന്നത്. പിന്നെ അങ്ങനെയായി പിന്നെ എല്ലാ കാര്യത്തിനും പരിപാടിക്കും എല്ലാ പരിപാടിക്കും ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പരിപാടിക്കും സമ്മാനം കൊണ്ടല്ല ഞാൻ വരില്ല. നമ്മുടെ കുടുംബശ്രീ നമ്മളെല്ലാവരും കൂടണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് പേരെല്ലാം കൊടുത്ത് പോകാൻ കാലത്തേക്ക് ആരും ഉണ്ടാവില്ല. ഞാനും ഒരാളും ഉണ്ടാവും, അത്രയും ഉണ്ടാവും. ബാക്കി എല്ലാവരും ഒഴിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ പരിപാടികളിലും സർവേ ആക്കും. ഞാനതിന് പോകുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യത്തിനും പോകാനും വരാനും എല്ലാവരും പറയും ഹൈമോദിച്ചാന്ന് ചോദിച്ചിട്ട് സർവേ ആളും പിള്ളന്മാരും വലിയ ആൾക്കാർ മുഴുവൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എന്നെ കാണുമ്പോഴേക്കും എല്ലാം കൈമുട്ടി എണീക്കാൻ തുടങ്ങും. കുട്ടികളെല്ലാം ഹൈമോദിച്ചിരിക്കുന്നിട്ട് കൈയടിക്കാൻ തുടങ്ങും ഞാൻ എണീക്കുമ്പോഴേക്ക് തന്നെ. പ്രസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കും ഭയങ്കരമായിട്ട്. അങ്ങനെ എല്ലാ പരിപാടിക്കും കുപ്പിയിൽ വെള്ളം നിറക്കലുണ്ടാവും. കുപ്പിയിൽ വെള്ളം നിറക്കൽ ഞങ്ങൾക്ക് കാര്യം സുഖമില്ല, എന്നാലും പിന്നെ ഓരോരാളെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തിരുത്തിയിട്ടിട്ട് വെള്ളം നിറക്കാൻ പറ്റും. ആർക്കും ആ സൂത്രം എന്നെ പോലെ ആർക്കും ആവില്ല. എൻ്റെ വലിയ കൈ വന്ന് ആ കൈയോട് ഒരൊറ്റ തുള്ളി മറിക്കാതെ രണ്ടോട്ടം കൊണ്ടുവന്ന് എൻ്റെ നാട്ടിൽ മറ്റുള്ളവർക്ക് 10 കൊണ്ടുവന്നാൽ ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് അവിടെ മാറിയില്ല. അതുകൊണ്ട് അതിലും അങ്ങനെ എനിക്ക് കിട്ടും. പിന്നെ ഇഷ്ടിക കൊടുത്തത് ഇഷ്ടിക നമ്മളിങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് പിന്നെ എല്ലാ സാധനവും എടുത്തിട്ടും നമ്മൾ പണിയെടുത്തിട്ട് അധ്വാനിച്ചിട്ട് നല്ല ശീലമുണ്ട്. അതിനും എനിക്ക് നല്ലൊരു പ്രാക്ടീസാണ്. ആരും വേണ്ട അത് മറ്റു കൈ ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുമ്പോൾ എല്ലാവരും കൈ താക്കാതവർക്ക് അധ്വാനിക്കാത്തവർക്ക് അത് നമുക്ക് എടുക്കാനോ വെക്കാനോ കഴിയില്ല. അതിങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നല്ല ശരിക്കും ഇങ്ങനെ ഇഷ്ടിക എടുത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നേരെ പിടിച്ചിട്ട് അങ്ങനെ 2 വിരലോടെ തൊടാൻ പാടില്ല. ഈ 2 വിരലോട് ഇങ്ങനെ തൊട്ടിട്ട് വേണം എല്ലാവരും കഴിയുന്നവരെ നമ്മൾ നിൽക്കണം. എന്നാലും നമ്മൾ പ്രൈസ് ആവില്ല. 5-8 ആളുണ്ടാവും. ഇത് ഓരോരാൾ അപ്പാടപ്പാട് തന്നെ ചാടും. പിന്നെ ചാടി 1-2 ആളുണ്ടെങ്കിലാണ് ഞാനത് പിടിച്ച് നിൽക്കും. ഓരോരാളെല്ലാം കൂട്ടിപ്പിടിക്കാൻ തുടങ്ങും. 2-3 പേരെ കൂട്ടിപ്പിടിക്കാൻ തുടങ്ങും. എന്നാലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എനിക്കെന്ന് വെച്ചാൽ ഞാൻ നല്ല ഈ അധ്വാനിച്ചിട്ട കൈയായതുകൊണ്ട് നല്ല തൈമ്പോട്ട് കൈകൊണ്ട് അതിനുള്ള നിഷ്പ്രയാസം ഞാൻ മുന്നോട്ട് പോകും. അതുകൊണ്ട് അത് എനിക്കൊരു വലിയൊരു കാര്യമാണ്. അങ്ങനെ ഇതായി. പിന്നെ അതിലും എല്ലാം കഴിഞ്ഞ് പിന്നെയെന്ന് വെച്ചാൽ കസേല കളിയാണ്. കസേല കളിക്കും അതിനൊരു ട്രിക്കുണ്ട്. ഇവർക്ക് അതൊന്നും അറിയില്ല. എല്ലാവരും വേഗം എല്ലാം കൂടി നിന്നാലാണ് വേഗം ആകുമെന്നായിരിക്കും. കൂടി നിൽക്കാതെ നമ്മളെ മുമ്പിലത്തെ കസേരയിൽ ഇരിക്കാൻ പാടില്ല. വേഗത്തെ കസേര ഇരുന്നാൽ പോയി. കാരണം വെച്ചാൽ നമ്മളെ മുമ്പിൽ എപ്പോൾ 2 കസേര മുമ്പിൽ വേണം. 2 കസേര മുമ്പിൽ വന്ന് അവർ വിസിലടിക്കുമ്പോഴേക്കും ഒരു കസേര നമുക്ക് പിടിക്കാൻ്റെ ശേഷി കിട്ടണം. മറ്റു ബാക്കോട്ട് വന്നിരിക്കുന്നവർക്ക് കിട്ടില്ല, മുമ്പോട്ട് പോയവർക്ക് കിട്ടില്ല. ആ 2 കസേര ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പിലെത്തില്ല, മറ്റവർ ഇരുന്നിട്ടുണ്ടാവും, അത് നമുക്ക് കിട്ടില്ല. ഒരു 2 കസേരൻ്റെ ബാക്കിൽ നമ്മൾ ഇരിക്കണം വയ്യുമ്പോൾ. ഞാൻ മെല്ലെ അങ്ങനെയാണ് ഞാൻ പിടിച്ച് അതിൻ്റെ സമ്മാനം കിട്ടി. പിന്നെ അങ്ങനെയായി. പിന്നെ ലെവൽ പൂവ് മറ്റേ ഇന്നത്തെ എല്ലാ കാര്യത്തിനും ഞാനിങ്ങനെ കൂടും. അങ്ങനെ എൻ്റെ കൊച്ചുമക്കളും കൂടും. കൊച്ചുമക്കൾക്കും കിട്ടും അതേപോലെ പ്രൈസും കാര്യങ്ങളും നിറച്ചും എടുത്തിട്ട് വരാമെന്നൊക്കെ നമ്മുടെ പ്രൈസും പേരും തന്നെ അതേ എൻ്റെ മക്കളിൽ പേര് തന്നെയാണ്. പിന്നെ അങ്ങനെ ചെയ്തപോലെ നമ്മൾ പിന്നെ ഇത് സമ്മാനക്കൂപ്പൺ കൊടുത്തു. സമ്മാനക്കൂപ്പൺ ഉണ്ടാക്കി നോക്കുമ്പോൾ 10 കിലോ അരി എനിക്ക് കിട്ടി. 10 കിലോ അരിയാണ് എനിക്ക് കിട്ടിയത്. 2 സമ്മാനം കിട്ടിയ പ്രാവശ്യം. ഒന്നിന് 10 ഗ്ലാസ്
അങ്ങനെ 2 സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്രാവശ്യം. അങ്ങനെയെല്ലാം പലതും നമുക്ക് ഇങ്ങനെയെല്ലാം കിട്ടുന്നുണ്ട്. അന്നേരം എല്ലാവർക്കും പിന്നെ നല്ലൊരു അഭിപ്രായമാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുകയും ഇരിക്കുകയെല്ലാം ചെയ്യുന്നതുകൊണ്ട്. ഇത്രയും പ്രായമായിട്ടും കൂടി ഓരെല്ലാ കാര്യത്തിലും നടക്കുന്നില്ലേ, അത് മാത്രം ചെറിയ ബാല്യക്കാലത്തുള്ള ഒപ്പരല്ലേ ഓടിയിട്ടെത്തുന്നത്. ഇതെല്ലാം എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ ചെറിയ പ്രായമുള്ളവർക്ക്, ആ ഇടത്തരം പ്രായമുള്ളവർക്ക് അവർക്ക് തന്നെ കൊടുക്കണം. നിങ്ങൾ ബാല്യക്കാലത്തെല്ലാം നല്ല ഓട്ടമുള്ളവരൊപ്പം കൂടിയാൽ ഇങ്ങനെ ആവുക. നമ്മളൊരു 10-60 വയസ്സ്, ഒരു 50 വയസ്സ് കഴിഞ്ഞവരോട് മാത്രമേ നമുക്ക് കൂട്ടാനാവും, അവരാക്കണം. നന്നേരം അതങ്ങനെ ആക്കാൻ കഴിയില്ല, 2 ഇതായിട്ട് ആക്കാൻ കഴിയില്ല. ചെറിയ പ്രായം 18 വയസ്സ് കഴിഞ്ഞവർ മുഴുവനും ഒന്നിച്ചാൽ നേരം അവർക്കല്ലേ കൂടുതൽ കിട്ടുക. എന്നാലും നമ്മൾ അങ്ങനെയെല്ലാം ആയാലും ഞാൻ അധികം വരലുണ്ട്. പിന്നെ അങ്ങനെയല്ല, എല്ലാം എന്താ ചെയ്യുക, അധ്വാനിച്ച് ജീവിക്കുന്ന കൈയായതുകൊണ്ട് എന്തിനും ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. കൈക്കെല്ലാം നല്ല ശക്തി ഉണ്ടാവും. കൈക്കോട്ടെടുത്ത് തോത്തിയിട്ട് അതിലെന്തെന്നായാലും ചെയ്യാൻ കൈക്ക് നല്ല ശക്തി കിട്ടും. അങ്ങനെ പോയി അതിലെല്ലാം സമ്മാനവും വാങ്ങി വന്ന് പിന്നെ അതെല്ലാം നമ്മുടെ കുടുംബശ്രീ വന്ന് പറയും. അതിലെല്ലാം എല്ലാവരും സമ്മതിക്കുക. പിന്നെ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കുടുംബശ്രീൻ്റെ പരിപാടിനും അതിനും പോവും. കുടുംബശ്രീൻ്റെ ഓണത്തിനെല്ലാം കുടുംബശ്രീൻ്റെ ഇതുണ്ടാവും. പിന്നെ ഘോഷയാത്ര ഉണ്ടാവും. ആദ്യത്തെ കൊല്ലം ആദ്യമായിട്ടാണ് നമ്മളവിടെ പോയ പോലെ ആദ്യമായിട്ട് നമ്മളെ കുടുംബശ്രീയുടെ ആ കൊല്ലം ആദ്യമായിട്ട് അവർ പറഞ്ഞു ഘോഷയാത്ര ആദ്യമായി നടത്തിയാക്കലും ഘോഷയാത്രയുണ്ട്. അതിന് സമ്മാനമുണ്ട്, നിങ്ങളെല്ലാവരും പിന്നെ പങ്കെടുക്കണം എന്ന് പറഞ്ഞേരം ഞാൻ പറഞ്ഞു കുടുംബശ്രീയിൽ പങ്കെടുക്കണം മാത്രമല്ല എല്ലാവരും ഫസ്റ്റ് കിട്ടിയവർക്ക് സമ്മാനം ഉണ്ടതാണ്. നല്ല വൃത്തിയിൽ മുല്ലപ്പൂവും പിന്നെ മറ്റേ സെറ്റ് സാരിയും എല്ലാം ഉടുത്തിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് വരുന്നവർക്ക് സമ്മാനം ഉണ്ടതാണ്. നമ്മളതിൽ അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സെല്ലാം ആക്കി അടിച്ചിട്ട് പോയി. എല്ലാവരും നമ്മൾ പോയവരെല്ലാം ഞാൻ യൂണിവേഴ്സുള്ളവരാണ്. എല്ലാവരും നല്ല സെറ്റാക്കി നിർത്തി എല്ലാവരും കൂടി നമ്മൾ പോയി. അക്കരത്തെ ഘോഷയാത്ര ഫസ്റ്റ് നമുക്ക് തന്നെ കിട്ടി. അപ്പോൾ അതിലും ആളുകൾക്കൊരു അസൂയ വന്നു. നമുക്ക് നാലാളെ മുമ്പിൽ കയറി നമുക്കല്ലേ ഫസ്റ്റ് കിട്ടുന്നു, അത് ഈ അക്കലെ കിട്ടുന്നു. അക്കളൊക്കെ അമ്പവലിക്ക് നമ്മുടെ കുടുംബശ്രീ വേറെ കുടുംബശ്രീ, നമ്മളെ കുടുംബശ്രീക്കാരൻ അതും ഫസ്റ്റ്. ഇങ്ങനെയെല്ലാം കിട്ടുന്ന വെച്ചാൽ നമുക്കത് വലിയൊരു സന്തോഷമേ. അപ്പോൾ നമ്മുടെ കുടുംബശ്രീക്ക് എല്ലാവരും കുടുംബശ്രീ പിന്നെ നല്ല കുടുംബശ്രീൻ്റെ നമ്മൾ ഈ കുടുംബശ്രീയിൽ ഉള്ളവരെ കുറിച്ചിട്ടുള്ളൂ. വെച്ചാൽ അവർക്ക് മാത്രം അതുണ്ടാവും, അവരോട് പറഞ്ഞു കൊടുത്തിട്ട് അവരുണ്ടായി കൂട്ടിട്ടെന്ന് പറയും. പിന്നെ മറ്റുള്ളവർ വലിയ കുടുംബത്തിലും മേലോട്ടുള്ളവരെ അവരെ വെച്ചാൽ നമ്മൾ അഭിമാനിച്ചുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നല്ല കുടുംബശ്രീയായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും മറ്റേ അങ്ങനെ അവർ എഴുതിയെത്തുമ്പോൾ പറയും ഇവരെ കുടുംബശ്രീയാണ്. നമ്മുടെ കുടുംബശ്രീൻ്റെ ഒരു അക്ഷര കുടുംബശ്രീയാണ് ഏറ്റവും മുന്നിൽ എത്തുന്നത് എല്ലാ കാര്യത്തിലും. എല്ലാം ഞാൻ കൃത്യസമയത്ത് തന്നെ എല്ലാ കാര്യം കടലാസെല്ലാം പൂജിച്ചിട്ട് കൊടുക്കുകയും അത് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ പൂജിപ്പിച്ച് കൊടുക്കും. അങ്ങനെയുള്ള ഇതിലുള്ള അവർക്ക് എന്നോട് ഭയങ്കര താല്പര്യമാണ്. എന്ത് കാര്യത്തിനും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിങ്ങിനായാലും കാര്യത്തിനായാലും ഞാൻ പോകാണ്ടിരിക്കില്ല. എല്ലാ കാര്യത്തിലും ഞാൻ ഒറ്റക്ക് തന്നെ പോകും. ബാക്കി എല്ലാവർക്കും 2-3 ആൾ വേണം പോകാണ്ടിരിക്കും. ഞാൻ ഒറ്റക്ക് തന്നെ എല്ലാ കാര്യത്തിനും ഒറ്റക്ക് തന്നെ പോകും. അങ്ങനെ ആയതുകൊണ്ട് വെച്ചാൽ നമ്മുടെ കുടുംബശ്രീ മുന്നോട്ട് പോവുകയും ചെയ്തു. 5-6 കൊല്ലം 7 കൊല്ലം കേട്ടോ. കൊറോണൻ്റെ സമയത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ എഴുന്നേൽക്കാൻ എനിക്ക് കാലിന് സുഖമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടായാലും എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കുടുംബശ്രീ നടത്തിയിട്ട് ആശീർവാദം ചെയ്യാനാണില്ല. എന്നിട്ട് എന്നതിന് ശേഷമാണ് കുടുംബശ്രീ ഒഴിഞ്ഞതിന് ശേഷമാണ് ഞാനിന്ന് പിന്നെ അവർക്ക് വിട്ടുകൊടുത്തത്. എന്നതിന് ശേഷം ഞാൻ അങ്ങനെ പോലില്ല. അവരുടെ കാലിന് സുഖമില്ലാതെ നടക്കാൻ കഴിയാണ്ടായി. പിന്നെ കുറച്ച് കാലം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുത്തുള്ള വീട്ടിലെല്ലാം പോലുണ്ട്, കാലിന് വേദനയും കൂടി. എന്നതിന് ശേഷം ഞാൻ ഒഴിവായി. അങ്ങനെയാണ് നമ്മൾ കുടുംബശ്രീന്ന് ഒഴിവായിട്ടില്ല. കുടുംബശ്രീ ഇപ്പോൾ ഉണ്ട്, പൈസ വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അവർ വന്നിട്ട് ഇപ്പം ഞാൻ മറ്റോരോ കുടുംബശ്രീ പോലുണ്ടായി. ഇപ്പം തീരെ പോകാൻ പറ്റാതൊന്നും പോലുമില്ല. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുത്തേക്കും മാത്രം. അങ്ങനെ ഒരു മാസം എത്തുമ്പോൾ 2 മാസം എത്തുമ്പോൾ എല്ലാം പൈസ കൊടുക്കും മാത്രം. അങ്ങനെയായി. പിന്നെ അങ്ങനെയല്ലായാലിപ്പോൾ ഇപ്പം എനിക്കെന്ന് വെച്ചാൽ ഒരു സന്തോഷമുണ്ട്. എന്തായാലും പിന്നെ നമ്മൾ എല്ലാവരും ഏത് മേഖലയിൽ കഴിഞ്ഞാലും ഇറങ്ങിക്കഴിഞ്ഞാലും ആ മേഖലയിൽ ഞാൻ തോറ്റു മടങ്ങിയിട്ടുള്ള പരിപാടിയില്ല. എല്ലാവർക്കും നല്ലൊരു ബഹുമാനവും നല്ലൊരു സ്നേഹവും എവിടെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു കസേര ഇരുത്തിയെന്ന് പറയും. അത് ഒന്നിക്കൽ വയസ്സിനെ മാനിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരുള്ള പെരുമാറ്റം കൊണ്ടായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്നേഹം എന്നോട് എല്ലാവർക്കും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കാര്യത്തിനും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തോറ്റു മടങ്ങാതെ വിജയിച്ച് വരാനും എനിക്ക് പറ്റുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളെ കാരുണ്യം കൊണ്ടാണെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളധികം പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല. കുറേശ്ശെ എനിക്ക് ഈ വീഡിയോ വേറെ എടുക്കാൻ പറ്റാതെ കൊണ്ടാണ് ഈ കാര്യം കൊണ്ട് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ കുസൃതിയെല്ലാം പറഞ്ഞിട്ട് നമുക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ. അവിടെ നിങ്ങളെല്ലാവരും കാണാണ്ടിക്കറ്. എനിക്ക് പിന്നെ എൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ല വീഡിയോ, എൻ്റെ കാലിൻ്റെ മാറിക്കഴിഞ്ഞാൽ ഞാൻ നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം മരുന്നും വീഡിയോ ആയിട്ട് ഞാൻ വരും. ഞാൻ മുമ്പത്തെ പോലെ തന്നെ നല്ല ഉഷാറായിട്ട് വരും. നല്ല വീഡിയോകളും എല്ലാം ഞാൻ എടുക്കും. എല്ലാം ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും എല്ലാ കാര്യവും. അതുകൊണ്ട് ഇനിയിപ്പോൾ പച്ചക്കറി ഇടാനുമ്പോഴേക്കും നമുക്ക് സുഖമായിട്ട് നല്ലൊരു
കൃഷിയാക്കാൻ നമുക്ക് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ.